ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് മോർണിംഗ് ആക്ച്വലി. എന്താ പറയുക, അതിപ്പോൾ ഓഗസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 5 ആണെന്ന് തോന്നുന്നു. ഉച്ച സമയമാണ്. ഞാൻ ഇപ്പോഴാണ് എണീറ്റത്. നോർമലി എൻ്റെ റുട്ടീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എണീറ്റ പാടെ തന്നെ വർക്ക് നോക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇപ്പോൾ എനിക്കൊരു ഇഷ്യൂ വന്നത്. എൻ്റെ പേയ്പാൽ ബാലൻസ് ഇവിടെ സ്റ്റക്കാണ്. കാണിച്ചാൽ ഇതെൻ്റെ പേയ്പാൽ അക്കൗണ്ടാണ്. ഇപ്പം ഒരു 106 USD ഇപ്പോൾ ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇഷ്യൂ നോക്കിയ സമയത്ത് ഒരു ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നോർമലി വരാം. ഇതൊക്കെ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ 2 സബ്മിറ്റ് കൂടി ചെയ്യാനുണ്ട്. അവിടെ കഴിഞ്ഞാൽ പേയ്മെൻറ്റ് റിലീസ് ആവുമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് എന്താ പറയുക നേരിടേണ്ടി വരും. സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പേയ്മെൻറ്റ് കിട്ടൂല. കസ്റ്റമേഴ്സിന് പേ ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ എനിക്ക് പേയ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പേയ്പാൽ യൂസ് ചെയ്തിട്ട് വേറെ പേയ്മെൻ്റ് ഒന്നും എനിക്ക് നടത്താനും പറ്റില്ല. ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസ് ഇതിലുണ്ട്. ഇനിയിപ്പോൾ അത് റെഡിയാക്കണം. എൻ്റെ പേയ്മെൻറ്റ് ഇതിൽ സ്റ്റക്കാണ്. സോ ഐ നീഡ് ടു ഡു. സോ സ്റ്റോറിൽ നോക്കുന്ന സമയത്ത് വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയുക, ഒന്നും ഓർഡർ വന്നിട്ടില്ല. സമയം പിന്നെ ഉച്ചയായിട്ടല്ലേ ഉള്ളൂ. സ്പെഷ്യലി അവിടെ US ഇൻ്റർനാഷണലൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് വലിയ ടെൻഷനില്ല. നോക്കുന്ന സമയത്ത് ആഡ് ടു കാർട്ടും ചെക്കൗട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇറ്റ്സ് നോർമൽ. ഓക്കെ, കാത്തിക്കണം, പേഷ്യൻസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ 2 സൈറ്റ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്ട്രാക്ഷൻ ആയിപ്പോയി. ലൈക്ക് ഞാൻ ഒരു ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ ഒരു ഫാനാണ്. അപ്പം ഗെയിം ഓഫ് സോണൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ട് എന്താ പറയുക, പടത്തിനോട് ഒരു എൻ്റർടൈൻമെൻറ്റ് വന്നി. ലൈക്ക് ഹോളിവുഡ് പടം കേട്ടോ, ഞാൻ ഹോളിവുഡേ കാണാറുള്ളൂ. അപ്പോൾ അതിനോട് കണ്ട് ഒരു ക്രേസ് ആയിപ്പോയി. അങ്ങനെ ഏതൊക്കെയോ കാണാത്ത പടമൊക്കെ 2 ദിവസം ഞാൻ കുത്തിരുന്ന് കണ്ട്. വർക്ക് ഒന്നാമത് കുറഞ്ഞു. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ആ സമയത്ത് കേടുന്നല്ലോ. ലാപ്ടോപ്പ് നന്നാക്കാൻ കൊടുത്ത് പിന്നെ ഇപ്പോൾ റെഡിയായി ലാപ്ടോപ്പ്. അപ്പോൾ ആ സമയത്തിന് ആ ഗ്യാപ്പിൽ ഞാൻ കുത്തിരുന്ന് പടമൊക്കെ കണ്ടുപോയി. ബ്രോ, നെവർ ഡു ഇറ്റ് അഗൈൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡോപ്പമിൻ ആയിപ്പോവും. ആ ഒരു ഡോപ്പമിൻ എനിക്ക് കയറിപ്പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പടം കാണാൻ തന്നെയായിരുന്നു. ഞാൻ ഇന്ന് മുതൽ നിർത്തുക. ദർ ഇസ് നോ മോർ മൂവീസ്. സോ ഇപ്പോൾ അതിൻ്റെ ഒരു 10x രീതിയിൽ എനിക്ക് ഇനിയിപ്പം വർക്ക് ചെയ്യണം, എന്നാലേ റിസൾട്ട് കൂടുതലായി കിട്ടൂ. ഇപ്പം എന്താ വെച്ചാൽ ബാങ്കിൽ പൈസ കൊടുക്കാണ്ട് ഒരു ആവറേജ് മാൻ്റെ എന്തൊക്കെ അവസ്ഥ, EMI ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ. ഐ ആം ആൻ ആവറേജ് മാൻ ബ്രോ കറൻറ്റ്ലി. സോ എല്ലാം ക്ലിയർ ആക്കാനുണ്ട്. ഞാനിത് കാണിച്ചിരുന്നോ എനിക്ക് ഓർമ്മയില്ല. കണ്ടോ, 11 പേര് ഒന്ന് ഓൺലൈനിൽ കയറി. ആഡ് ടു കാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓർഡർ കിട്ടുമെന്ന് വിചാരിക്കുന്നു, 1-2 ഓർഡർ. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പോരായ്മ എന്നറിയോ, ഞാൻ തന്നെ പറയാം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഡിസിപ്ലിൻ. ഇപ്പം ഞാൻ കുറച്ച് ഡിസിപ്ലിനിൽ കുറവാണ് സത്യം പറയുകയാണെങ്കിൽ. അത് എനിക്ക് റെഡിയാക്കാണ്ട്. എന്തൊക്കെ പോരായ്മയാണോ നമ്മളിൽ കാണുന്നത് അത് നമ്മൾ റെഡിയാക്കണം. ദാറ്റ്സ് ദി ഓപ്പർച്യൂണിറ്റി. എന്തൊക്കെ പോരായ്മ നമ്മൾ റെഡിയാക്കുന്നോ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഞാനിപ്പം ഡിസിപ്ലിൻ കറക്റ്റ് ആക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി വന്ന് ലൈക്ക് എനിക്ക് ടൈം സേവ് ചെയ്യാം. ടൈം സേവ് ചെയ്യുന്നതിലൂടെ എനിക്ക് മോർ വർക്ക് ചെയ്യാം. മോർ വർക്ക് ചെയ്യുന്നതിലൂടെ മോർ പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഡിസിപ്ലിൻ എനിക്ക് കറക്റ്റ് റെഡിയാക്കണ്ടേ. ഇപ്പം സമയം നോക്ക്, 1 മണിയാണ്. ഉച്ച 1 മണിയാണ് ഇവിടെ. ആൻഡ് കണ്ടോ, 1 മണി ഓഗസ്റ്റ് 6. സോ ഞാൻ നേരത്തെ 5 പറഞ്ഞെന്ന് തോന്നുന്നു. സോറി, ഇന്ന് ഓഗസ്റ്റ് 6 ആണ്. ഈ ഒരു ടൈമിനാണ് ഞാൻ എണീറ്റത്, ഉച്ചയ്ക്ക്. ആൻഡ് എപ്പോഴാണ് കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് 4 o'clock. ആ 4 ഉറക്ക് ഒരു ഡോപ്പമിനായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഞാൻ ഉറങ്ങുന്നു. അത് സ്റ്റോപ്പ് ചെയ്യണം. സോ ഞാനിപ്പം പേയ്പാലുള്ള മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സമയം കാണിച്ചു തരാം. സമയം വരുന്നില്ലല്ലോ. വെയിറ്റ്. സമയം കണ്ടോ, 1:51. ആൻഡ് ഇതുവരെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. എണീറ്റ ടൈം മുതൽ ഞാൻ ഇപ്പോൾ ലാപ്പിന് മുമ്പിലാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് വർക്ക്. മനസ്സിലായില്ലേ? കണ്ടോ, ഞാനിപ്പം എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ദിവസത്തിനുള്ളിൽ റിവ്യൂ ഒക്കെ സെറ്റായിട്ട് പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്ന പറഞ്ഞത്. എൻ്റെ $106, ഐ തിങ്ക് 9,000 സംതിങ് ഇപ്പോൾ ഈ പേയ്പാലിൽ കിടക്കുന്നുണ്ട് പെൻഡിങ് ആയിട്ട്.
സോ ആ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നെക്സ്റ്റ് മൂവ് ചെയ്യാൻ പറ്റൂ, ബിക്കോസ് എൻ്റെ അക്കൗണ്ടിൽ വേറെ പൈസ ഒന്നുമില്ല. ഓക്കെ, അതായത് ഈ എൻ്റർപ്രീനർഷിപ്പും പിന്നെ 9 to 5 തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാൽ 9 to 5 നിങ്ങൾ ആ ഒരു ടൈമിലുള്ള റിസ്ക്, ആ ടൈമിലുള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ ബിസിനസ് എൻ്റർപ്രീനർഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ 24 hours നിങ്ങൾ ആ ഒരു ഇതിൽ ഫോക്കസ് ആവണം. കാരണം എപ്പോഴാണ് എന്താണ് ചേഞ്ച് ആവുക, അപ്ഡേറ്റ് ആവുക കാര്യങ്ങളെന്ന് പറയില്ല, നമ്മളെപ്പോഴും ഫോക്കസ് ആയി നിൽക്കണം. ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഈ ഒരു ഇത് സ്റ്റക്ക് അടിച്ച്, ഞാൻ ഇപ്പോൾ എണീറ്റ് ഫുഡൊന്നും കഴിച്ചില്ല, ആ ഒരു അവസ്ഥയിൽ ഡെയിലി ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഡെയിലി ഒരു ഫ്ലോയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇത് വർക്കിങ്, മനസ്സിലായില്ലേ? ഇത് 9 to 5 എസ്കേപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ടീമിക്ക് പറയാനുള്ളതാണ്. 9 to 5 എസ്കേപ്പ് ചെയ്യണം. ഓക്കെ, റാറ്റ് റേസ് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഫ്രീഡം, മണി ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. ബട്ട് നിങ്ങൾ സമയത്തിൻ്റെത് മാത്രമാണ് നോക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് നിങ്ങൾ 9 to 5 എന്നുള്ളത് 24 hours പിന്നെ മാറും, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല, ഫുഡ് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, ഗേൾ ഫ്രണ്ടിനെ വിളിക്കാനുള്ള സമയം ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, മനസ്സിലായില്ലേ? ഈ 9 to 5 എന്നുള്ള ടീമിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ബോയ്സ്, ഈ വീക്ക് എന്ന് പറയുന്നത് വെരി ഫക്കിംഗ് ബാഡ് വീക്ക് ഫോർ മീ, ബിക്കോസ് ഐ വാസ് ടു ലേസി. ആക്ച്വലി ഇപ്പോഴത്തെ സമയം ഞാൻ കാണിച്ചില്ല, കണ്ടോ? ഇറ്റ്സ് 3:42 AM, അതായത് പുലർച്ചെ 3:42. ഞാൻ പറഞ്ഞില്ലേ, എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. ഡിസിപ്ലിൻ അത് ഈ വീക്ക് എനിക്ക് തീരെ ഇല്ലായിരുന്നു. ബിക്കോസ് മൈ ഡോപ്പമിൻ എൻ്റർടൈൻമെൻറ്റ് കൂടുതലായിപ്പോയി ഈ വീക്ക്, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്. ഇറ്റ്സ് നോർമൽ, ബിക്കോസ് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് വിടാൻ പറ്റില്ല. ലൈക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇറ്റ്സ് എ ഡോപ്പമിൻ. നിങ്ങൾ സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ വേറെ സിനിമകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ഇറ്റ്സ് അനദർ ഡോപ്പമിൻ, ലൈക്ക് ദാറ്റ്. സോ എൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ആക്ച്വലി ഐ വാസ് പ്ലാൻഡ് ദിസ് വീക്ക് 7 days 70 videos. ഓക്കെ, എൻ്റെ വർക്കിന് വേണ്ടി 70 videos ആണ്, പെർ ഡേ 10 videos. ആൻഡ് I created only about 12 videos this week. Think about 12 videos out of 70. It's very fucking bad. So ഈ വീക്ക് റിസൾട്ട് ഒന്നും തീരെ ബാഡാണ്. സോ വേറെ ഒന്നുമില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമിൻ എനിക്ക് റീക്രിയേറ്റ് ചെയ്യണം. സോ ഐ വിൽ ഡു. പിന്നത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഒരു പ്രൊഡക്റ്റാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്താ പറയുക, നാളെ മുതൽ ഞാനിപ്പം ഐ തിങ്ക് 3 പ്രൊഡക്റ്റിലേക്ക് കിടക്കും. ടോട്ടൽ 3 പ്രൊഡക്റ്റ് നാളെ ഞാൻ ടെസ്റ്റ് ചെയ്യും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഡൽഹിയിൽ എത്തിയിട്ട് അവിടെ സ്റ്റക്ക് ആയി നിൽക്കുക, അവിടെ നിന്ന് വരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ബ്ലൂ ഡാർട്ടിൽ നിന്ന് ഇവിടേക്ക് ഡെലിവർ ആവുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഡാർട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു വയനാട്ടിലത്തെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇവിടേക്ക് ഡെലിവറി പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. സോ എന്താ പറയുക, ഞാൻ സപ്ലയറെ കോൺടാക്ട് ചെയ്ത സമയത്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ഇനിയിപ്പം, അതായത് ചൈനത്തെ സപ്ലയറാണ്, സോ അത് ഡൽഹിയായിട്ട് കോൺടാക്ട് ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഇനിയിപ്പം ഇവിടേക്ക് എത്തണം. കാരണം അതിലെൻ്റെ മില്യൺ വാല്യൂ പ്രൊഡക്ട്സ് ഉണ്ട്. സോ അത് എന്താ വെച്ചാൽ ഇവിടുത്തെ ആമസോണിൽ എനിക്ക് കിട്ടുന്നില്ല, ആമസോൺ ഫ്ലിപ്കാർട്ടൊന്നും അവൈലബിൾ അല്ല പ്രൊഡക്റ്റ്. സോ അത് ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം വേറെ പ്രൊഡക്ട്സ്. പിന്നെ നാളെ മുതൽ ഇപ്പം ടോട്ടൽ 3 പ്രൊഡക്റ്റ് ഞാനിപ്പം ടെസ്റ്റ് ചെയ്യും. ആക്ച്വലി ഇപ്പം ബ്ലൂ ഡോട്ടിൻ്റെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ, അതായത് വയനാട്ടിലത്തെ ഇതൊക്കെ ഉള്ളതിനെ കൊണ്ട് ഒരുവിധം പിൻകോഡിൽ ഒരുപാട് ഡെലിവറി ചെയ്യുന്നില്ല. ആക്ച്വലി ഞാൻ വയനാടല്ല, ഓക്കെ, ബട്ട് ബ്ലൂ ഡോട്ട് ഏതൊക്കെയോ ലൊക്കേഷനിൽ സർവീസ് നിർത്തി വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് പ്രൊഡക്റ്റ് ഇപ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കിപ്പം കഴിഞ്ഞ വീക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4 to 5 days ബിഫോർ എനിക്കിപ്പോൾ ആ പ്രൊഡക്റ്റ് കിട്ടിയേനെ. പക്ഷേ ഇപ്പം അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ വേറെ അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോറില്ലേ, അതായത് കഴിഞ്ഞ മന്ത് റൺ ചെയ്ത സ്റ്റോർ, ടോട്ടൽ $582 ഞാൻ ക്രിയേറ്റ് ചെയ്ത് വിത്ത് 50% പ്രോഫിറ്റ്, വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്റ്റോറി ഞാൻ ക്ലോസ് ചെയ്യാണ്. ബിക്കോസ് അതിൽ ഒരു ട്രിക്ക് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോറിൽ ഞാനിപ്പം നെക്സ്റ്റ്, അതായത് കഴിഞ്ഞ പ്രീവിയസ് മന്ത് ആയിരുന്നല്ലോ, ഈ മന്ത് മുതൽ ഞാൻ ചിലപ്പം ഈ ഒരു മന്ത് മുതൽ ഞാൻ അതിൽ പേയ്മെൻറ്റ് ചെയ്യണം. അതായത് ഓരോ ഷോപ്പിഫൈ പ്ലാൻ ഉണ്ടാവല്ലോ.
സോ അത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് ഈ സ്റ്റോറത്തെ സെയിം ഡാറ്റാസ്, അതായത് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ സെയിം ഡാറ്റാസ് ഞാൻ മറ്റേതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ഇതിലുള്ള ഷോപ്പിഫൈ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ടോട്ടൽ ഈ ഷോപ്പിഫൈയിൽ പേയ്മെൻറ്റ് വന്നത് അബൌട്ട് $55 സംതിങ് ആണ്. അതായത് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൂടി ഒരു എമൗണ്ടാണ് $55. സോ ആ പേയ്മെൻറ്റ് ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് വേറൊരു ഷോപ്പിഫൈ. സോ ആ ഷോപ്പിഫൈ എന്ന് പറയുന്നത് അറിയാലോ, ഷോപ്പിഫൈ എന്ന് പറയുന്നത് 1 month ഫ്രീ ആണ്. ആ 1 month കഴിഞ്ഞ് 2nd month ഉള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. സോ എന്താ പറയുക, ഞാൻ നെക്സ്റ്റ് ഷോപ്പിഫൈ തുടങ്ങി എന്താ പറയുക, പഴയ ഡാറ്റ സെയിം ഡാറ്റാസ് വെച്ച് വിത്തൗട്ട് പേയ്മെൻറ്റ്. ഇറ്റ്സ് അനദർ ട്രിക്ക്. യെസ്, കണ്ടില്ലേ, ഈ ഒരു സ്റ്റോറ് ഞാൻ ക്ലോസ് ചെയ്തു. ആ പുതിയ സ്റ്റോർ ഞാൻ കാണിക്കുന്നില്ല, അത് കാണിക്കാൻ പറ്റില്ല. ഇത് ഞാൻ എന്തായാലും ക്ലോസ് ചെയ്ത് നൗ പുതിയ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന സെയിം ഡാറ്റ, സെയിം പ്രൊഡക്റ്റ്, എവറിത്തിങ് സെയിം. ഈ ഒരു സ്റ്റോർ ക്ലോസ് ചെയ്ത്, അത്രയേ ഉള്ളൂ. വേറൊരു ഇമ്പോർട്ടൻ്റ് മാറ്റർ എന്ന് വെച്ചാൽ ഈ സ്റ്റോർ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും സ്കിപ്പ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. ലൈക്ക് സ്റ്റോർ വീണ്ടും വീണ്ടും റീഡിസൈൻ ചെയ്തിട്ട്, അതായത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റോർ എപ്പോഴെപ്പോഴും സ്കിപ്പ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. അതായത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റോർ എപ്പോഴെപ്പോഴും റീബിൽഡ് ചെയ്യാൻ പറ്റില്ല സെയിം സ്റ്റോർ. എന്താ വെച്ചാൽ നിങ്ങളിപ്പം ഒരു പ്രൊഡക്റ്റ് റൺ ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു സെയിൽ വരുന്നുണ്ട്. ഓക്കെ, ഡെയിലി ഒരു 50+ ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന നല്ലത്. നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഷോപ്പിഫൈ പ്ലാൻ പേയ്മെൻറ്റ് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോർ മാറ്റി വേറെ സ്റ്റോർ ബിൽഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ പേയ്മെൻറ്റിന് എമൗണ്ട് കൂടും. ഓക്കെ, പിന്നെന്താ വെച്ചാൽ എനിക്ക് ഓർഡേഴ്സ് കുറവാണല്ലോ. സോ ഞാനത് കീപ്പ് ചെയ്യും. ഇപ്പോഴല്ല, ഓർഡേഴ്സ് കൂടുന്ന സമയം മുതൽ ഞാൻ സെയിം സ്റ്റോർ എന്താ മന്ത്ലി കീപ്പ് ചെയ്യും. ഇപ്പം പിന്നെ ഇങ്ങനെ പോട്ടെ. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേയ്പാൽ ഇഷ്യൂ മണി സ്റ്റക്ക് ആയത്. ആൻഡ് ദി ഇഷ്യൂ ഈസ് സോൾവ്ഡ്. ഇപ്പോൾ -25 കാണാം, അതെനിക്കൊരു ഡിസ്പ്യൂട്ട് വന്നതാണ്. ആക്ച്വലി ആ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൈനസ് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഡിസ്പ്യൂട്ട് ചെയ്തതാണ്. അതായത് കസ്റ്റമറിന് പ്രൊഡക്റ്റ് മാറി. ലൈക്ക് കസ്റ്റമർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് A കാറ്റഗറി ആയിരുന്നെങ്കിൽ കസ്റ്റമർ കിട്ടിയ പ്രൊഡക്റ്റ് B കാറ്റഗറി ആയി. അതായത് സപ്ലയറിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ഇഷ്യൂ. അതായത് സപ്ലയറിനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ സപ്ലയർ റെഡിയാക്കാന്ന് പറഞ്ഞു. അത് നോർമലാണ്, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത് നോർമലാണ്. ഓക്കെ, സോ പേയ്പാൽ ഇഷ്യൂ ഒക്കെ സോൾവ് ആയി. എനിക്ക് തോന്നുന്നു വിത്തിൻ 24 to 48 hours അത് റെഡി ആയിട്ടുണ്ട്. സോ ആ ഒരു ഇഷ്യൂ മാറി. ബട്ട് ഈ ഒരു ഇഷ്യൂ ആണ് ഇനിയിപ്പോൾ ഉള്ളത്. ഇനിയിപ്പം ഈ ഒരു ഇഷ്യൂ പെട്ടെന്ന് സോൾവ് ആകാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം അതായത് ഈ -25 എന്നുള്ള പേയ്പാലിൽ കാണിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പേയ്പാലിൽ കൂടിയാണ് പൈസ അയച്ചത്. അപ്പോൾ കസ്റ്റമറിന് ഡിസ്പ്യൂട്ട് ചെയ്യാൻ എന്താ പറയുക സിമ്പിളാണ്. അപ്പം ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് ഡയറക്റ്റ് ക്യാഷ് തിരിച്ച് റീഫണ്ട് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അതായത് ഈ 25 എനിക്കിപ്പോൾ വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ റീഫണ്ട് ചെയ്യുന്നില്ല. കാരണം എന്താ പറയുക, സപ്ലയറിൻ്റെ അടുത്ത് നിന്നുള്ള മിസ്റ്റേക്കാണ്. സോ സപ്ലയറിനെ കോൺടാക്ട് ചെയ്തപ്പം സപ്ലയർ ഇഷ്യൂ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ആൻഡ് കസ്റ്റമർ ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്, ഓക്കെ ആണ്. സോ വൺസ് ഒറിജിനൽ പ്രൊഡക്റ്റ് ഡെലിവർ ആവുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂ സോൾവ് ആവും. ഈ -25 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി പോവും. അതർവൈസ് ഈ പേയ്പാൽ ഇങ്ങനെ -25 കാണിക്കുന്നത് എനിക്ക് റീഫണ്ട് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനിലായിട്ടാണ്. ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ ഫോർ മീ. യാ, ഇറ്റ്സ് സോൾവ്ഡ്. ഓക്കെ, ആൻഡ് ഐ ആം വൈൻഡിങ്. ബിഫോർ വൈൻഡിങ് അപ്പ് ഒന്നുകൂടി കാണിച്ചു തരാം സമയം എത്രയായിരുന്നു. 47. So remember, if you enter into this field, remember what I said.